ഓർക്കിഡുകളുടെ ഇലകളും തണ്ടുമൊക്കെ വിഷമയമാണെന്നാണ് നമ്മുടെ പൊതുവെയുള്ളൊരു വിശ്വാസം. പക്ഷേ നമ്മുടെ പാരമ്പര്യ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ധാരണപ്രകാരം സുഗന്ധമുള്ള പൂക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ചെടികളോ അതിൻ്റെ ചെടികളുടെ മറ്റു ഭാഗങ്ങളോ ഒന്നും വിഷമയമായിരിക്കില്ല എന്നാണ് പാരമ്പര്യ വൈദ്യത്തിലെ ആയുർവേദത്തിലെ ഒരു ധാരണ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ഓർക്കിഡാണ്. ഇതിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ നല്ലൊരു മനം മയക്കുന്ന ഒരു വന്യഗന്ധമാണിതിന്. ഒരു പക്ഷേ വിഷമയമല്ലാത്ത ഓർക്കിഡുകളും ഉണ്ടായിരിക്കും. ഇത് കിട്ടിയത് ഇത് നമ്മുടെ നാടൻ ഇപ്പോൾ കാണുന്ന പല ഓർക്കിഡ് വർഗ്ഗങ്ങളും വിദേശ ഇനങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ ചാലക്കുടി പുഴയുടെ തീരത്ത് തുമ്പൂർ മൊഴി എന്ന സ്ഥലം സന്ദർശിക്കാൻ ഞങ്ങൾ ഒരു 28 വർഷം മുമ്പാണ് പോയപ്പോൾ അവിടെ ഒരു മരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു പിടി ഓർക്കിഡ് കൊണ്ടുവച്ചതാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മരത്തടിയാൽ ഒരു വെട്ടിയ ഒരു മരത്തിൻ്റെ ജീർണിച്ച തടി ഇവിടെ ചാരി വെച്ചിട്ട് ഈ മതിലിൻ്റെ അടുത്ത് വെച്ചു. പിന്നെ തടിയൊക്കെ ജീർണിച്ച് അതിൻ്റെ ഒരു ചെറിയ പാർട്ടുകളൊക്കെ ഇപ്പോൾ കാണാനുള്ളൂ. അത് അവസാനം മതിലേൽ പിടിച്ചു. ഈ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എപ്പോഴും പൂവുണ്ടാവില്ല. കാരണം അതിനെ നമ്മൾ അങ്ങനെ വൈൽഡായിട്ട് തന്നെ വളർത്തുന്നത്. എന്നും വെള്ളമൊഴിക്കും അങ്ങനെ ഒന്നും ചെയ്യില്ല. വെയിലത്ത് വേനലിലൊന്നും അങ്ങനെ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ വാഴയ്ക്കൊക്കെ ഒഴിച്ച് ഇവിടെ വാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒഴിച്ച് പോകുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ അതിന് വീണെന്നിരിക്കും. അല്ലാതെ കൃത്യമായിട്ടും അങ്ങനെ പരിചരണമൊന്നുമില്ല. പക്ഷേ ഇത് ഒരിടവേളയിൽ ഈ സ്പൈക്ക് വരുമ്പം എല്ലാ സ്പൈക്കും ഒരുമിച്ചാണ് വരിക അല്ലേ. കാണാനൊരു വല്ലാത്ത ചന്തമാണ്. എല്ലാ സ്പൈക്കും അങ്ങോട്ട് ഒരുമിച്ച് വന്നിട്ട് ഒറ്റയടിക്ക് ഇത് മുല്ലപ്പൂവൊക്കെ വിരിയുന്നത് പോലെ വിരിഞ്ഞ് വളരെ സുഗന്ധമായിട്ട്. പിന്നെ പൊതുവെ വെളുത്ത പൂക്കൾ വാഹികളായിരിക്കുമല്ലോ, വിരിയും. ഒരു ദിവസം നിന്നിട്ട് പതിയെ വാടാൻ തുടങ്ങും. അധികം ആയുസ്സും ഇല്ല ഇതിന്. അങ്ങനെ ഒരു വിശേഷപ്പെട്ട ഓർക്കിഡാണിത്. വന്യഗന്ധം. മുമ്പ് കാലത്ത് ഇതൊക്കെ ഇത്രയും ഗന്ധമുള്ള പെർഫ്യൂംസ് നമുക്ക് കിട്ടുന്ന ഒരിടം ഉണ്ടായിരുന്നു. DV ഡു ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കൊച്ചി എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ, ഇപ്പോഴത് മുമ്പ് സെപ്സ് എന്നാണ്, കൊച്ചിൻ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ സെപ്സ് എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. അവിടെ DV ഡു ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് DOE, എനിക്കൊന്ന് ഗുജറാത്തികളോ മഹാരാഷ്ട്രീയൻസോ മറ്റേ ഒറിജിനലായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റായിട്ട് അതുണ്ടായിരുന്നു. അത് എക്സ്പോർട്ടിന് മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിലും അവർക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു എറണാകുളം മറൈൻ ഡ്രൈവിൽ. അവിടെ ഇതിൻ്റെ ഈ പലതരം പെർഫ്യൂംസ്, വന്യ സുഗന്ധങ്ങൾ കിട്ടുമായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളൊരു ഗന്ധമാണിത്. എന്താണ് അതിൻ്റെ ഗന്ധം എന്നൊന്നും എനിക്ക് പറയാനറിയില്ല. വളരെ ഹൃദയഹാരിയായ ഒരു വാസനയാണ്. എന്തായാലും ഞങ്ങളൊക്കെ അന്ന് സിറ്റിയിൽ താമസിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ വന്യഗന്ധങ്ങൾ. അപ്പോൾ ആ ഓർക്കിഡൊക്കെ അത്തരം പെർഫ്യൂംസൊക്കെ തേടി പിടിച്ച് ഉപയോഗിക്കും. കാരണം എത്ര തിരക്കിൽ നിന്നാലും നമ്മളേതോ ഒരു വലിയ വനത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും അപ്പോഴും. ഈ ഓർക്കിഡൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഈ ഓർക്കിഡിനെ ഒന്ന് മണക്കുന്നുണ്ടെന്നും ഒരു തെറ്റുമില്ല. വളരെ സുഗന്ധവാഹിയായ ഒരു പുഷ്പങ്ങളുള്ള, അതിമനോഹരമായ പുഷ്പങ്ങളുള്ള ഓർക്കിഡ്. കാണിക്കയായി തന്നു